അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് നമ്മുടെ അമല കോളേജ് ഓഫ് നഴ്സിംഗിൽ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കഥകളിയുടെ ഒരു പിക്ചർ വരുന്നൊരു പൂക്കളായിരുന്നു നമ്മുടെ ചേച്ചിമാരൊക്കെ. നമ്മുടെ പേര് ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് കഥകളി 2K24 ആയിരുന്നു. അപ്പോൾ പേര് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, സാറിനും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിലൊരു പരിപാടി നടക്കുന്നത് എല്ലാ സെമ്മിലത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സെമ്മിലെ കുട്ടികൾക്കായിരുന്നു മാവേലിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരത് പൊളിച്ചടക്കി. പിന്നെ നമ്മുടെ വയനാട്ടിനെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ സാറിൻ്റെ വക ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാച്ചിത്തെ അടിപൊളി പാട്ടുണ്ടായിരുന്നു. തസ്നിമോളുടെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. തസ്നി എത്തിയത് ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ യസീദിനും സാൻഡോയും ഗീതും അമലയും ഒക്കെ കൂടി തകർത്തു. അതിന് ശേഷം ടീച്ചേഴ്സിനൊരു ടാസ്ക് ആയിരുന്നു. അതായത് മലയാളം മാത്രം യൂസ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ടോപ്പിക്ക് സംസാരിക്കലായിരുന്നു ടാസ്ക്. അപ്പോൾ നമ്മുടെ സ്വന്തം ജ്യോതി സിസ്റ്റർക്ക് കിട്ടിയത് കഷണ്ടി എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു. അത് കേട്ടിട്ട് തന്നെ ഞങ്ങളെല്ലാവരും ചുട്ട ചിരിയായിരുന്നു. പിന്നെ മിസ്സുമാരുടെ ടാസ്ക് ആകുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇത് കാണാൻ ഭയങ്കര ത്വരയായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ആർക്കായിരിക്കും ഫസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സിസ്റ്റർ തകർത്തിട്ടാ. കഷണ്ടി എന്ന് പറഞ്ഞ ഇന്നത്തെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? കഷണ്ടി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇന്ന് എന്താ ചെയ്യുന്നത്? കഷണ്ടി വന്ന എന്ത് ചെയ്യും? കടകളിൽ പോയി സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട്. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ, അത് വെച്ചിട്ടുണ്ടോ, വെച്ചാലുള്ള ഗുണം എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. പിന്നെ കിട്ടിയ ടോപ്പിക്ക് ബോണ്ട് ആയിരുന്നു. അതും തകർത്തു. ഇനിയും അത് ആസ്വദിച്ചിട്ടില്ലാത്തവർ ഈ ആഘോഷം കഴിഞ്ഞ ഉടനെ തന്നെ കാന്റീനിൽ പോയി ബോണ്ട കഴിച്ച് അതിന്റെ സ്വാദ് ആസ്വദിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ബോണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അല്പം മാവെടുത്ത് അതിൽ ആവശ്യത്തിന് പിന്നെ മധുരം ചേർത്ത് അതൊന്ന് പൊന്തി വരാനായിട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ എടുത്ത് അതെടുത്ത് ഒരു ചൂടുള്ള പാത്രത്തിൽ പാനിൽ ഒഴിച്ച്. പിന്നെ നമ്മുടെ കൃഷ്ണജ മിസ് ഇനി എനിക്ക് എന്ത് കോപ്പാണോ കിട്ടാന്ന് വെച്ച് വന്നപ്പോൾ നുണക്കുഴി എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു കിട്ടിയത്. മിസ്സും നന്നായി പറഞ്ഞായിരുന്നു. ചിലവരുടെ സ്വഭാവം ഒരു ചുമച്ചിലാകാം. അസുഖമാണെങ്കിൽ അതിന് നമുക്ക് ഒരു വൈദ്യനെ കാണിച്ച് മരുന്ന് വാങ്ങിക്കാം. പിന്നെ ലാസ്റ്റത്തെ മിസ് ജിൻസി മിസ് കിട്ടിയത് നമ്മുടെ ചൊറിച്ചിൽ എന്നുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ മിസ് തുടങ്ങിയത് തന്നെ നല്ല പഞ്ച് ഡയലോഗിലായിരുന്നു. പക്ഷെ ഫസ്റ്റ് കിട്ടിയത് ജ്യോതി സിസ്റ്റർക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗെയിംസിന് ശേഷം നമ്മുടെ ചേച്ചിമാരുടെ അടിപൊളി തകർപ്പൻ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴായിരുന്നു ഞങ്ങൾക്കൊരു ഉണർവ് വന്നത്. പിന്നെ സോങ് സെലക്ഷൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ പറയാനില്ല, അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട്.
പിന്നെ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും ഇൻക്ലൂഡഡ് ആയിരുന്നു എല്ലാ പരിപാടിക്കും. അപ്പോൾ അതൊരു കോർഡിനേഷൻ തന്നെയായിരുന്നു. 4th ഇയേഴ്സ് ആയതുകൊണ്ടാണോ അല്ലേ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എല്ലാവരും ക്ലാസ്സിലെല്ലാവരും തന്നെ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അതിനുശേഷം പുരുഷ കേസരി ആയിരുന്നു മലയാളി മംഗ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ ബാച്ചിലർ റെസൈലിയൻസിലെ സാൻഡോനും അതുപോലെ ഡെർസൈലിയൻസിലെ ഒരു ജൂനിയർ കുട്ടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു അവർക്ക്. അതിനുശേഷം പിന്നെ നമ്മുടെ ഡാൻസിൻ്റെ റിയൽ മാസ്റ്റേഴ്സ് എത്തി കേട്ടോ. റിയൽ മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ തൊട്ട് മുന്നത്തെ സെമ്മാണ്. അപ്പോൾ ചേച്ചിമാർ നല്ല തകർപ്പൻ ഡാൻസ് ആയിരുന്നു, അടിപൊളി കോർഡിനേഷനും അതുപോലെ ചേട്ടന്മാരുടെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതിൽ ആഡ് ആക്കുന്നുണ്ട്. പാട്ടും എല്ലാം അടിപൊളിയായിരുന്നു, ഡ്രസ്സും എല്ലാം അടിപൊളി. അപ്പോൾ നേരത്തെ പോലെ സ്റ്റേജിന് അത്രയും സൗകര്യമില്ലാത്ത കാരണം കുറച്ച് പേര് താഴെയും പിന്നെ കുറച്ച് പേര് സ്റ്റേജിലായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ രസകരമായിരുന്നു. അതായത് ബോയ്സിനെ മേക്കപ്പ് ചെയ്യലായിരുന്നു. അത് 2 മിനിറ്റ് സമയത്തിനുള്ളിൽ വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. മേക്കപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ ബാച്ചിലർ റെസൈലിയൻസിലെ അതായത് ദിദിമോസിനും ജസ്റ്റിനായിരുന്നു. ദിദിമോസ് നന്നായി ഒരുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീസ് വെൽ എക്സ്പേർട്ടഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നമ്മുടെ ജസ്റ്റിൻ്റെ പെർഫോമൻസ് ഞാൻ എന്തായാലും ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. ആരെയും ഈ വീഡിയോ ഫുള്ളും കണ്ടില്ലെങ്കിലും അവൻ്റെ പെർഫോമൻസ് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
അങ്ങനെ നമ്മുടെ ജസ്റ്റിൻ കുട്ടീനെ സുന്ദരി മണിയാക്കിയിട്ട് ദിദിമോസ് വല്ല എക്സൈറ്റഡ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു, ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടാന്ന് ആലോചിച്ചിട്ട്. കാരണം ചേട്ടന്മാർ അടിപൊളിയായി ചെയ്തു. പിന്നെ ബ്ലഷിൻ്റെ കാര്യമൊന്നും പറയണ്ട, നമ്മളെയൊക്കെ അടിപൊളിയായിട്ട് അവരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മുടെ മിസ്സുമാരുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സൂര്യ മിസ് ആയിരുന്നു ജയിച്ചത്. ഡോൺ സാറും അനീഷ മിസ്സും അതുപോലെ സൂര്യ മിസ് ആയിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സൂര്യ മിസ് ആ കുപ്പിയുടെ ഉള്ളിലേക്ക് പെൻ കെട്ടിയിടുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ മിസ്സ് ഭയങ്കര മാസമായിട്ട് ആദ്യം തന്നെ ഇട്ടിട്ട് മാഡം പോയിട്ടാ. നമ്മുടെ സാറ് ചോദിക്കുന്നുണ്ട് കളി കഴിഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിക്കും. പക്ഷെ കട്ടക്കുള്ള പോരാട്ടമായിരുന്നു. സാറും മിസ്സും പെട്ടെന്ന് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മുടെ എല്ലാ സെമ്മുകളും കൂടിയിട്ട് ഗെയിമായിരുന്നു. അതായത് മൈദപ്പൊടിയോ അരിപ്പൊടിയോ എന്താ സംതിങ് അതിങ്ങനെ പാസ് ചെയ്ത് ബൗളിലേക്ക് ഇടലായിരുന്നു. അതിലേറ്റവും കൂടുതൽ ആരാണോ ഇട്ടത് അവർക്കായിരുന്നു ഫസ്റ്റ്. അങ്ങനെ ഇതിൽ ഫസ്റ്റ് കിട്ടിയ ടീം ഏതായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും എല്ലാവരുടെ മേക്കപ്പും പോയി, അരിപ്പൊടിയൊക്കെ മുഖത്തായി എന്ന് മാത്രമായിരുന്നു ഒരു ഗുണം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഐശ്വര്യ, നമ്മുടെ റെസൈലിയൻസ് ആട്ടോ, ഐശ്വര്യ, ഐറിൻ, അപർണ, ആഗിൻ. അപ്പോൾ ഇവർ ഹൈറ്റ് ഓർഡറിലായിരുന്നു നിന്നത്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു. ഭയങ്കര ടഫായിരുന്നു. നമ്മൾ ശ്വാസം വിടുമ്പോഴൊക്കെ ഇതിങ്ങനെ പറന്നു പോണ കാരണം ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ബാക്കിൽ നിൽക്കുന്നവരായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗെയിമിന് ശേഷം നമ്മൾ തന്നെ റിസൾട്ട് പറയുന്നത് തെറ്റായ കാരണം പിന്നെ അടിയാവും. അതിന് നല്ലത് മിസ്സുമാർ റിനു മിസ്സിനും അതുപോലെ സിസ്റ്റർ മെർലിനും ഒക്കെ വന്നിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ എൻ്റെ കുരുത്തക്കേട് കാരണം മുല്ലപ്പൂവും അരളിപ്പൂവും ഒക്കെ പോയി. അപ്പോൾ നമ്മുടെ സ്വരമോള് വെച്ച് തരാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് മറ്റേ വടംവലി കാണാനായിട്ട് പോവായിരുന്നു. പക്ഷേ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്ന കാരണം വഴുക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു നമ്മൾ വടംവലി വെച്ചത്. അപ്പോൾ നമ്മുടെ അശ്വിനും ജസ്റ്റിന് നമ്മുടെ പരിപാടിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു അപ്രിസിയേഷൻ കൊടുത്തായിരുന്നു. പിന്നെ വടംവലി കാണാൻ എക്സൈറ്റഡ് ആയി നിൽക്കുമായിരുന്നു. മിസ്സുമാരും സാറുമാരും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഏറ്റവും ആദ്യം ജയിച്ചത് ഡെർസൈലിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു കളിയായിരുന്നു. നമ്മുടെ മിസ്സുമാർ ഡോണ സിസ്റ്റർ, റിനു മിസ് എല്ലാവരും ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കണ്ടിട്ട് ശരിക്കും നമ്മുടെ യൂണിറ്റ് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. അടിപൊളിയായിട്ട് പ്രോത്സാഹനമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ നന്നായി പ്രോത്സാഹനമായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ വട്ടം നമ്മൾ റെസൈലൻസ് ജയിച്ചു. അതിനുശേഷം സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഫെയിലായി. പിന്നെയും ടൈപ്പായി. അപ്പോൾ നമ്മൾ മത്സരം വെച്ചത് മഴയൊക്കെ മാറിയതിന് ശേഷമായിരുന്നു. പിന്നെ നമ്മുടെ ഉറിയടി മത്സരം, ഓരോ ബാച്ചിൽ നിന്ന് ഓരോരുത്തർ വന്ന് അടി മത്സരമായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ബാച്ചിനെ അടിപൊളിയായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആരാണോ ജയിച്ചതെന്ന് ഞാൻ കണ്ടില്ല. അതിനുശേഷം നമ്മുടെ ബോയ്സിൻ്റെ ഉരുടി മത്സരമായിരുന്നു. അപ്പോൾ എൽദോസേട്ടനായിരുന്നു ആങ്കർ. പിന്നെ ഡോൺ സാർ ഇവരോട് എന്തോ ദേഷ്യമുള്ള പോലെയായിരുന്നു ഇത് പൊക്കുന്നുണ്ടായിരുന്നു, താഴ്ത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാൻഡോ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റൊരു കൈ കൊണ്ട് അടിച്ചു കിട്ടും. ആദ്യം ബ്ലെസ്സിനാണ് അടിച്ചിരുന്നെങ്കിൽ കുടം പൊട്ടിച്ചത് നമ്മുടെ സാൻഡോ തന്നെയായിരുന്നു. അങ്ങനെ ഗെയിം സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. അപ്പം ഞാനും സ്വരയും കൂടിയിട്ട് ഏതാണ്ടൊക്കെയോ പട്ടി ഷോ കാണിച്ച് പോവാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഷോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മുടെ ഐശ്വര്യ വടംവലിക്ക് ശേഷം അങ്ങനെ തല ചുറ്റി അതായത് സീഷർ വന്ന പോലെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി ജ്യൂസൊക്കെ മേടിച്ച് ഐശ്വര്യനെ സെറ്റപ്പ് ആക്കിയിട്ട് ഇരുത്തിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വ്ളോഗ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ടായിരുന്നു ഇനി നാളത്തെ വ്ളോഗിൽ ക്യാപ്ഷനായിട്ട് വരും ഐശ്വര്യയ്ക്ക് ഓണത്തിനിടയിൽ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐശ്വര്യയ്ക്ക് ജ്യൂസ് പിടിക്കാൻ പോയ താപ്പിൽ നമ്മുടെ തസ്നിയും ഞാനും ജ്യൂസ് പിടിച്ചായിരുന്നു. അതിനുശേഷം ലിപ്സ്റ്റിക്കൊക്കെ പോയി. ഇനി ഫോട്ടോസാണ്, നമുക്ക് ഫോട്ടോസാണല്ലോ മെയിൻ. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് തരാണ് തസ്നി. അപ്പോൾ ഒരു പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. അപ്പോൾ ഞാൻ ഒരു ബ്ലഷായിട്ട് തസ്നിക്കും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കിടുക്കാച്ചി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് മാത്രം പോയി കാണാം, ലൈക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓണ സെലിബ്രേഷൻ
സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. മേളം ഒന്നും ഉണ്ടായിരുന്നെങ്കിലും സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മുടെ ഓണ സെലിബ്രേഷൻ തകർത്തു കളറാക്കിയിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ.